പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന കെമിസ്ട്രി ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കുകളായിരുന്നു ഇത്രേ. ഒരു ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തു എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു റിലേറ്റീവ് ആറ്റമിക് മാസ്. അതായത് ഒരു ആറ്റത്തിൻ്റെ മാസിനെ എടുത്തിട്ട് അതിൻ്റെ ഇത്ര ഇരട്ടി എന്ന് പറയുന്ന മെത്തേഡായിരുന്നു റിലേറ്റീവ് ആറ്റമിക് മാസ്. നമ്മൾ എടുത്തത് സ്റ്റാൻഡേർഡായിട്ട് എടുത്തത് കാർബണെ എടുത്തു, എന്നിട്ട് അതിൻ്റെ 12 മാസാണ് എടുത്തത്. കാർബണിൻ്റെ മാസിൻ്റെ 12 എടുത്തിട്ട് അതിൻ്റെ ഇത്ര ഇരട്ടി എന്നാണ് ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും മാസിനെ നമ്മൾ സൂചിപ്പിച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഖ്യയെക്കുറിച്ച് പഠിച്ചു. ഇത് നീളത്തിൽ എഴുതിയിരുന്ന ഒരു സംഖ്യയാണ്. നമ്മളതിനെ 10ന്റെ പവർ ആക്കി എഴുതി എന്നുള്ളത് മാത്രം. എന്താണ് അവഗാഡ്രോ നമ്പർ? എത്രയാണ്? 6.022 × 10⁻23 എന്ന് പറയുന്ന സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. പെയർ 2 എന്ന് പറയുന്നത് പോലെയും ഡസൺ 12 എന്ന് പറയുന്നത് പോലെയും ഗ്രോസ് 144 എന്ന് പറയുന്നത് പോലെയും അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയാണ്. അത് എത്രയായിരുന്നു? 6.022 × 10⁻23. ഇനി തൊട്ട് അവഗാഡ്രോ നമ്പറിനെ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം ഇതാണ്. ക്യാപിറ്റൽ N, താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു എയും, NA എന്ന് എഴുതിയാൽ നിങ്ങളത് മനസ്സിലാക്കിക്കോണം. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവഗാഡ്രോ എണ്ണം, അല്ലെങ്കിൽ ഇത്രയും എണ്ണം, അതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? NA. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ മാസ് 14 ആണെന്ന് വിചാരിച്ചു. ആ 14നെ നമുക്ക് എത്ര രീതിയിൽ എഴുതാം? 14 എന്ന് വെറുതെ എഴുതാം. അതാണ് റിലേറ്റീവ് ആറ്റമിക് മാസ്. പീരിയോഡിക് ടേബിളിൽ ഒരു യൂണിറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എഴുതിയിട്ടില്ല. 14 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? റിലേറ്റീവ് ആറ്റമിക് മാസ്. കാർബണിൻ്റെ 12 മാസിൻ്റെ 14 ഇരട്ടി എന്നുള്ളൊരു മീനിങ്ങിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇനി മാസിനെ നമ്മൾ 14U എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലോ? ഇത് പഴയ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഞാൻ പഠിപ്പിച്ചത്. 14U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആറ്റത്തിൻ്റെ റിയൽ ആയിട്ടുള്ള മാസാണ്. ഒറ്റ ആറ്റത്തിൻ്റെ റിയൽ ആയിട്ടുള്ള മാസാണ്. തീരെ മൈന്യൂട്ടായിരിക്കും അതിൻ്റെ വാല്യൂ. U എന്ന് പറയുന്നിടത്ത് ഒരു സംഖ്യ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതും 14 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തീരെ നെഗ്ലിജിബിൾ എന്നല്ല, തീരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്, അല്ലെങ്കിൽ ഒരു മാസാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത്, അതേ മാസിനെ നമ്മൾ 14 ഗ്രാം എന്ന് എഴുതിയാൽ അതാണ് നമ്മളെ അവഗാഡ്രോ നമ്പറിലേക്ക് കണക്ട് ചെയ്ത ഒരു പോയിന്റ്. എന്തായിരുന്നു? 14 ഗ്രാം എന്ന് എഴുതുവാണെങ്കിൽ അതൊരിക്കലും ഒരാറ്റത്തിൻ്റെ മാസല്ല. പകരം എത്രയാണ്? ആ ആറ്റത്തിനെ നമ്മൾ ഏത് ആറ്റമാണോ കൺസിഡർ ചെയ്യുന്നത് ആ എലമെൻറ്റിൻ്റെ അവഗാഡ്രോ ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാസാണ് എന്ത്? 14 ഗ്രാം. ശ്രദ്ധിച്ചു കേൾക്കുക. 14U എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ശരിക്കും ഒരേ ഒരു ആറ്റത്തിൻ്റെ മാസായിരുന്നു 14U. അതേസമയം 14 ഗ്രാം എന്ന് പറഞ്ഞാലോ? അവഗാഡ്രോ എണ്ണം, NA എണ്ണം, അവഗാഡ്രോ എണ്ണം ആ ആറ്റത്തിൻ്റെ, ആ എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾ ഇത്രയും എണ്ണം എടുത്ത് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാസാണ് എന്ത്? 14 ഗ്രാം. ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ഗ്രാം ആറ്റമിക് മാസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39 ഏറ്റവും താഴെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രാം ആറ്റമിക് മാസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വായിച്ചിട്ട് പോകാം. ദ ആറ്റമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കാർബൺ ആറ്റമിക് മാസ് എത്രയാണ്? 12. അവിടെ യൂണിറ്റ് വല്ലതും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എന്ത് മാസായി ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? റിലേറ്റീവ് ആറ്റമിക് മാസ്. ഇനി ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 16. അത് നിങ്ങൾ പഠിച്ചു. ഓക്സിജന്റെ ആറ്റമിക് മാസ് എത്രയാണ്? 16. അവിടെ യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിലേറ്റീവ് ആറ്റമിക് മാസിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ ആറ്റമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12 ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 16. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നമ്മളിപ്പോൾ വായിച്ച ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നതാണ് കാർബണിന്റെ മാസ് 12 എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്സിജന്റെ മാസ് എത്രയെന്നാണ് പറഞ്ഞിരുന്നത്? 16 എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാസുകളെ നമ്മൾ ഇതുവരെ പഠിച്ച അത്രയും രീതിയിലൊന്ന് എഴുതി നോക്കിയാലോ.
കാർബണിൻ്റെ മാസ് 12 എന്ന് വെച്ചാൽ അത് റിലേറ്റീവ് ആറ്റമിക് മാസാണ്. നമ്മൾ കാർബണെ വെച്ചാണ് പറയുന്നത്, കാർബണിൻ്റെ 12 എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ഇതിനെ റിലേറ്റീവ് ആറ്റമിക് മാസ് എന്ന് പറയാം. ഇനി ഓക്സിജൻ 16 എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ് ആകുന്നത്? കാർബണിൻ്റെ 12 മാസ് എടുത്തിട്ട് നോക്കുവാണെങ്കിൽ ആ 12 മാസിൻ്റെ 16 ഇരട്ടിയാണ് ഓക്സിജൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ്. ഇനി കാർബണിൻ്റെ മാസിനെ നമുക്ക് 12U എന്ന് എഴുതാം. അതെന്തുമായിരുന്നു? കാർബണിൻ്റെ ശരിക്കുള്ള ഒരൊറ്റ ആറ്റത്തിൻ്റെ മാസാണ് 12U. അതുപോലെ തന്നെ ഓക്സിജൻ്റെ മാസിനെ നമ്മൾ 16U എന്ന് എഴുതിയാൽ എന്താ മീനിങ്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത വെറും ഒരേ ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസാണ് എന്ത്? 16U. കാർബണിൻ്റെ മാസിനെ നമ്മൾ 12 ഗ്രാം എന്ന് എഴുതിയാലോ? അതിൻ്റെ മീനിങ് എന്തുവാ? അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. കാർബൺ ആറ്റങ്ങൾ നിങ്ങൾ എത്ര എണ്ണം എടുത്തു? 6.022 × 10⁻23 കാർബൺ ആറ്റങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മാസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ത്? 12 ഗ്രാം. അതായത് അവഗാഡ്രോ എണ്ണം കാർബൺ ആറ്റങ്ങളെ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാസാണ് എത്ര? 12 ഗ്രാം. അതുപോലെ തന്നെ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ 16 ഗ്രാം എന്ന് എഴുതുവാണെങ്കിൽ അതിന് മീനിങ് എന്താ വരുന്നത്? ഓക്സിജൻ ആറ്റത്തിനെ നിങ്ങൾ എത്ര എണ്ണം എടുത്തു വെച്ചു? 6.022 × 10⁻23 എണ്ണം എടുത്തു വെച്ചിട്ട് അതിൻ്റെ മാസ് നമ്മൾ നോക്കുവാണെങ്കിൽ കിട്ടുന്ന മാസാണ് എത്ര? 16 ഗ്രാം. അല്ലെങ്കിൽ അവഗാഡ്രോ എണ്ണം, അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം നിങ്ങൾ. അവഗാഡ്രോ എണ്ണം, ഈ എഴുതുന്നതിനെ നിങ്ങൾ അവഗാഡ്രോ എന്നാണ് പറയേണ്ടത്. അവഗാഡ്രോ എണ്ണം ഓക്സിജൻ ആറ്റങ്ങളെ എടുത്തു വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാസാണ് എത്ര? 16 ഗ്രാം. ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ച് പറഞ്ഞിരിക്കുക. അതായത് നിങ്ങൾക്കിപ്പം ഞാനിവിടെ മുകളിൽ കുറച്ചെണ്ണത്തിൻ്റെ മാസ് എഴുതുവാണ്. കാർബണിൻ്റെ മാസ് 12, ഓക്സിജൻ്റെ മാസ് 16, അതുപോലെ തന്നെ നൈട്രജൻ്റെ മാസ് 14. ഇത്ര എണ്ണത്തിൻ്റെ മാസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഗ്രാം ആറ്റമിക് മാസ് എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് 40 നീല ബോക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നോക്കിക്കേ, 4 ആറ്റങ്ങളുടെ മാസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാർബൺ 12, ഓക്സിജൻ 16, നൈട്രജൻ 14, ക്ലോറിൻ 35.5. ഇനി കാർബണിൻ്റെ മാസിൻ്റെ കൂടെ ഞാൻ 12 ഗ്രാം എന്ന് എഴുതി, അല്ലെങ്കിൽ ഓക്സിജൻ്റെ മാസിൻ്റെ കൂടെ ഞാൻ 16 ഗ്രാം എന്ന് എഴുതി, നൈട്രജൻ്റെ മാസ് ഞാൻ 14 ഗ്രാം എന്ന് എഴുതി, ക്ലോറിൻ്റെ മാസ് ഞാൻ 35.5 ഗ്രാം എന്ന് എഴുതി. അതായത് ഒരു ആറ്റത്തിൻ്റെ മാസിനെ ഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇനി എന്ത്? ഗ്രാം ആറ്റമിക് മാസ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ആറ്റത്തിൻ്റെ മാസിനെ ഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇനി പറയുന്ന പേരാണ് എന്ത്? ഗ്രാം ആറ്റമിക് മാസ്. ശ്രദ്ധിക്കുക, മോളിക്യൂൾ അല്ല. ഒരു ആറ്റത്തിൻ്റെ മാസിനെ ഗ്രാമിൽ പറയുന്നതിനെ നമ്മൾ ഇനി പുതിയതായിട്ട് പറയാൻ പോകുന്ന പേരാണ് ഗ്രാം ആറ്റമിക് മാസ്. അത് എഴുതുന്നത് എങ്ങനെയാണ്? GAM. അതായത് നമ്മളിപ്പം കാർബണിൻ്റെ കാര്യമാണ് പരിഗണിക്കുന്നത് നോക്കുക. കാർബണിൻ്റെ കേസിൽ 12 ഗ്രാം എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ 1 GAM ആണ്. 1 ഗ്രാം ആറ്റമിക് മാസ് ആണ് കാർബണ് 12 ഗ്രാം എന്ന് നമ്മൾ പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഓക്സിജൻ്റെ ആറ്റങ്ങൾ 16 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഓക്സിജൻ 1 ഗ്രാം ആറ്റമിക് മാസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. നൈട്രജൻ 14 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, അതിൽ 1 ഗ്രാം ആറ്റമിക് മാസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ക്ലോറിൻ 35.5 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 1 ഗ്രാം ആറ്റമിക് മാസ് ക്ലോറിൻ ആറ്റങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാമല്ലോ. 1 ഗ്രാം ആറ്റമിക് മാസ് കാർബൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകരുത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, പുതിയ ആശയമല്ല. ഇവിടെ ഈ 1 ഗ്രാം ആറ്റമിക് മാസ് ഞാൻ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും പുതിയ കാര്യം നിങ്ങൾ പഠിച്ചോ? ഇല്ല. പുതിയൊരു പേര് മാത്രമാണ് നിങ്ങൾ പഠിച്ചത്. എന്ത് പേര്? ഏതെങ്കിലും ഒരു ആറ്റത്തിനെ എടുത്തിട്ട് അതിൻ്റെ ആറ്റമിക് മാസിനെ നിങ്ങൾ ഗ്രാമിൽ എഴുതി. ആ ഗ്രാമിൽ എഴുതിയ മാസിനെ ഇനി തൊട്ട് നിങ്ങൾ വിളിക്കുന്ന പേരാണ് 1 ഗ്രാം ആറ്റമിക് മാസ്. നിങ്ങളിപ്പോൾ ഓക്സിജൻ എടുത്തെങ്കിൽ ഓക്സിജൻ്റെ മാസ് ആറ്റമിക് മാസ് 16 ആണെന്ന് അറിയാം. ആ 16നെ നിങ്ങൾ 16 ഗ്രാം എന്ന് എഴുതിയെങ്കിൽ ആ 16 ഗ്രാമിന് ഇനി നിങ്ങൾ വിളിക്കാൻ പോകുന്ന പേരാണ് എന്ത്? 1 ഗ്രാം ആറ്റമിക് മാസ്. നമ്മൾ പുതിയൊരു പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആശയം മനസ്സിലായോ? ഏതെങ്കിലും ഒരു ആറ്റം എടുക്കുക, അതിൻ്റെ ആറ്റമിക് മാസ് ഗ്രാമിൽ എഴുതുക. ആ ഗ്രാമിൽ എഴുതുന്നതിന് നമ്മൾ പറയുന്ന പുതിയ പേരാണ് 1 ഗ്രാം ആറ്റമിക് മാസ്. ഇനി ഈ 1 ഗ്രാം ആറ്റമിക് മാസിൽ എത്ര കാർബൺ ആറ്റം കാണും? 1 ഗ്രാം ആറ്റമിക് മാസ് 12 ഗ്രാമാണ്. നമ്മൾ പഠിച്ചു 12 ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക്
എത്ര ആറ്റങ്ങൾ അതിൻ്റെ അകത്തുള്ളത്? 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ 12 ഗ്രാം എന്ന് പറയുന്നത്. ഇത്രയും ആറ്റങ്ങൾ എടുത്താലേ നമുക്ക് 12 ഗ്രാം മാസ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 1 ഗ്രാം ആറ്റമിക് മാസ് എടുത്തു കഴിഞ്ഞാൽ, കാർബണിൻ്റെ 1 ഗ്രാം ആറ്റമിക് മാസ് എടുത്താൽ അതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങളുണ്ട്. ഇനി ഓക്സിജൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ പറയാം? ഓക്സിജൻ നിങ്ങൾ 1 ഗ്രാം ആറ്റമിക് മാസ് എടുത്തു എന്ന് വിചാരിക്കുക. അതെത്രയാ? 16 ഗ്രാം. അതിൻ്റെ അകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? 6.022 ഇൻറ്റു 10⁻23 ഏതാറ്റമാണ് ഉള്ളത്? ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. നൈട്രജൻ നിങ്ങൾ 14 ഗ്രാം എടുത്താൽ, ഞാൻ ഈ നീളത്തിൽ നമ്പർ എഴുതുന്നില്ല, അതിന് മീനിങ് എന്തുവാ? ഇതിൻ്റെ അകത്തും ഈ 14 ഗ്രാമിൻ്റെ അകത്ത് അവഗാഡ്രോ എണ്ണം നൈട്രജൻ ആറ്റങ്ങളുണ്ട്. ക്ലോറിൻ നിങ്ങൾ 35.5 ഗ്രാം എടുത്താൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ അകത്തും അവഗാഡ്രോ എണ്ണം ക്ലോറിൻ ആറ്റങ്ങളുണ്ട്. ഏതാറ്റവും അതതിൻ്റെ ആറ്റമിക് മാസിൻ്റെ കൂടെ നിങ്ങൾ ഗ്രാമിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 ഗ്രാം ആറ്റമിക് മാസ്. അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണമാണ് 6.022 ഇൻറ്റു 10⁻23. കാര്യം മനസ്സിലാവുന്നുണ്ടോ? പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെൻസിനും അതിൻ്റേതായ മാസ് ഉണ്ട്, ഗ്രാം ആറ്റമിക് മാസ് ഉണ്ട്. 1 ഗ്രാം ആറ്റമിക് മാസ് കാർബൺ എത്തിച്ചേരുന്നത് 12 ഗ്രാമില്ല. 1 ഗ്രാം ആറ്റമിക് മാസ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 ഗ്രാം. 1 ഗ്രാം ആറ്റമിക് മാസ് നൈട്രജൻ എന്ന് പറയുമ്പോൾ 14 ഗ്രാം. 1 ഗ്രാം ആറ്റമിക് മാസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുമ്പോൾ 35.5 ഗ്രാം. ഇതിനകത്തെല്ലാമുള്ള അതായത് ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? അവഗാഡ്രോ എണ്ണമാണ് ഉള്ളത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 40. നമുക്ക് പഴയ ടോപ്പിക് ഒന്ന് വായിച്ചിട്ട് പോകാം. ഇപ്പം നമ്മൾ പറഞ്ഞത് നോക്കിയേ, കാർബൺ 12 ഗ്രാം. 12 ഗ്രാം കാർബൺ ഈസ് നോൺ ആസ് 1 ഗ്രാം ആറ്റമിക് മാസ് ഓഫ് കാർബൺ. അങ്ങനെയാണെങ്കിൽ 2 ഗ്രാം ആറ്റമിക് മാസ് എത്ര വരും? 24 ഗ്രാം. ഞാനിപ്പോൾ പറയുന്ന സ്പീഡിൽ പറഞ്ഞു പോയ ആ സെൻറ്റൻസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്നുകൂടെ ഓർത്ത് നോക്കി. 1 ഗ്രാം ആറ്റമിക് മാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ 12 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പകരം 2 ഗ്രാം ആറ്റമിക് മാസ് എടുത്തെന്ന് പറഞ്ഞാലോ? നിങ്ങൾ ഒന്നുകൂടെ ഇവിടെ ശ്രദ്ധിച്ചേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ കാണത്തില്ലായിരിക്കും, എങ്കിലും ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോക്കേ. 1 ഗ്രാം ആറ്റമിക് മാസ്, കാർബണിൻ്റെ മാസ് എത്രയാണ്? 12 ഗ്രാം. ഞാൻ അതിന് പകരം കാർബണെ 2 ഗ്രാം ആറ്റമിക് മാസ് എടുത്തെന്ന് വിചാരിക്കുക. അതിൻ്റെ മാസ് എത്ര വരും? 24 ഗ്രാം കാർബൺ ആറ്റം. അപ്പോൾ അതിൻ്റെ എണ്ണം എത്ര വരും? നേരത്തെ അവഗാഡ്രോ എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്, ശരിയല്ലേ? Na എണ്ണമായിരുന്നു 1 GAM ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് നേരെ ഇരട്ടിയായില്ലേ? അപ്പം 2 അവഗാഡ്രോ 2 ഇൻറ്റു അവഗാഡ്രോ എണ്ണം ആറ്റങ്ങൾ വരും. ഓക്സിജൻ്റെ 1 ഗ്രാം ആറ്റമിക് മാസ് എന്ന് പറയുന്നത് 16 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 2 ഗ്രാം ആറ്റമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 32 ഗ്രാം. അത് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ അതിൻ്റെ അകത്ത് കാണും? അവഗാഡ്രോ എണ്ണത്തിൻ്റെ നേരെ ഇരട്ടി. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു Na എന്ന് എഴുതാം. ഇനി നൈട്രജൻ 14 ഗ്രാമാണ്, 1 GAM. നമ്മൾ 2 GAM ആണ് നൈട്രജൻ എടുക്കുന്നതെങ്കിലോ അത് 28 ഗ്രാം വരും. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ദ മാസ് likewise 16 gram of oxygen is called 1 gram atomic mass of oxygen. അപ്പോൾ ഇവിടെ 2 ഗ്രാം ആറ്റമിക് മാസ് എത്ര വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 32 ഗ്രാം വരും. ഈ ഒരു നീല ബോക്സ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ്, നിങ്ങളുടെ പീരിയോഡിക് ടേബിളിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മാസിനെ ഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇൻ ഗ്രാം ഈക്വൽ ടു ഇറ്റ്സ് ആറ്റമിക് മാസ് ഈസ് കോൾഡ് 1 ഗ്രാം ആറ്റമിക് മാസ്. ദിസ് മേ ഓൾസോ ബി ഷോർട്ടൻഡ് ആസ് 1 ഗ്രാം ആറ്റം മാസ്. നിങ്ങൾ ഈ ടേബിൾ 2.5 ഒന്ന് നോക്കിയേ. എലമെൻറ്റ് കാർബൺ, ആറ്റമിക് മാസ് 12. ഇവിടെ യൂണിറ്റ് എഴുതിയിട്ടില്ല. പീരിയോഡിക് ടേബിളിൽ ആറ്റമിക് മാസ് എത്രയാണ്? 12 എന്നാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ ഗ്രാമിൽ എഴുതിയപ്പോൾ 12 ഗ്രാം എന്ന് എഴുതിയപ്പോൾ അത് എന്തായിട്ട് മാറി? 1 ഗ്രാം ആറ്റമിക് മാസ് ആയിട്ട് മാറി. അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം 6.022 ഇൻറ്റു 10⁻23. ഓക്സിജൻ 16, ആറ്റമിക് മാസ് 16 എന്ന് പറയുന്നത്. ഇത് ഈ കോളം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? റിലേറ്റീവ് ആറ്റമിക് മാസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോളം എന്തിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവഗാഡ്രോ എണ്ണം ആറ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നൈട്രജൻ ഇവിടെ എന്ത് വരും? 14 ഗ്രാം എന്ന് വരും. ക്ലോറിയം എന്നല്ല, ഇവിടെ ക്ലോറിൻ എന്ന് തിരുത്തി എഴുതണം. ക്ലോറിൻ ഇവിടെ എത്ര വരും? 35.5 ഗ്രാം എന്ന് വരും. അത് എത്ര GAM ആയിരിക്കും? 1 GAM ആയിരിക്കും. ഇവിടെ നൈട്രജൻ 14 ഗ്രാം എടുത്താൽ ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് എത്ര വരും? 6.022 ഇൻറ്റു 10⁻23 വരും. നമ്മൾ ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കിയേ, 1 ഗ്രാം ആറ്റമിക് മാസ് ഓഫ് എനി എലമെൻറ്റ് കണ്ടെയ്ൻസ്, നമ്മൾ നേരത്തെ പഠിച്ചു, ഏത് ആറ്റവും നിങ്ങൾ 1 GAM എടുത്തു കഴിഞ്ഞാൽ, ഓർക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ കണ്ടതാണ്.
കാർബൺ നിങ്ങൾ 1 GAM എടുത്താലും, ഓക്സിജൻ 1 GAM എടുത്താലും, നൈട്രജൻ 1 GAM എടുത്താലും, ക്ലോറിൻ 1 GAM എടുത്താലും അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. എത്രയായിരിക്കും? 6.022 ഇൻറ്റു 10⁻23 എണ്ണം ആയിരിക്കും. 1 gram atomic mass of any element contains 6.022 into 10⁻23 atoms. This number is known as അവഗാഡ്രോ നമ്പർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഏരിയയിലാണ് അവഗാഡ്രോ നമ്പർ എന്നുള്ള പേര് തന്നെ പറയുന്നത്. പക്ഷേ ഈ നമ്പർ നിങ്ങളെ മുന്നേ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഈ സംഖ്യയുടെ ഇമ്പോർട്ടൻസ് അങ്ങ് പറഞ്ഞത്. ഇനി ആ സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? Na എന്ന് എഴുതിയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊരു ചോദ്യം നോക്കാം. സോഡിയത്തിൻ്റെ ആറ്റമിക് മാസ് നിങ്ങൾ പഠിച്ചാരെന്ന് തോന്നുന്നു. സോഡിയത്തിൻ്റെ ആറ്റമിക് മാസ് എത്രയായിരുന്നു? 23. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ആറ്റങ്ങളുടെ നമ്മുടെ ഈ പാഠത്തിലുള്ള പരിചയപ്പെടുന്ന കുറേ ആറ്റങ്ങളുടെ ആറ്റമിക് മാസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഉദാഹരണത്തിന് ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ, നൈട്രജൻ, സോഡിയം, ഫോസ്ഫറസ്, സൾഫർ, ഓക്സിജൻ, ഇങ്ങനത്തെ കുറച്ച് ആറ്റങ്ങളുടെ മാസ് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു ഏരിയ? എനിക്ക് തോന്നുന്നു ഇത് ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും തോന്നത്തില്ല. എക്സ്പ്ലെയിൻ ചെയ്യും തോറും കൺഫ്യൂഷൻ വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കി പോവാം. 1 gram atomic mass of sodium means 23 gram sodium. ശരിയല്ലേ? പീരിയോഡിക് ടേബിളിലെ സോഡിയത്തിൻ്റെ മാസ് എത്രയാണ്? 23 gram. ദിസ് കണ്ടെയ്ൻസ്, അതിൻ്റെ മീനിങ് എന്തുവാ? സോഡിയം 23 gram എന്ന് പറഞ്ഞാൽ 1 gram ആറ്റമിക് മാസ് ആണെന്നും അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 സോഡിയം ആറ്റങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഇതുവരെ പഠിച്ചത് അതാണ്. അതായത് സോഡിയം എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ 1 GAM ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ മാസ് എത്രയാണ്? 23 എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, 23 gram എന്ന് എഴുതണം. അതിനകത്തുള്ള സോഡിയം ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? അവഗാഡ്രോ എണ്ണമാണ് ഉള്ളത്. ഇനി അതായത് ഇത് നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ സോഡിയം 23 gram തന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ മാസമാണ് 23 gram എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡേറ്റയും നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. കറക്റ്റ് 23 gram തന്നിരിക്കുന്നെങ്കിൽ അത് 1 GAM ആണെന്ന് നിങ്ങൾക്ക് പറയാം. അത് പുതിയൊരു പേരെന്നേ ഉള്ളൂ. ഇനി 23 gram സോഡിയം നിങ്ങളുടെ കൈവശം, കയ്യിൽ പിടിക്കാൻ പറ്റുകയില്ല എങ്കിലും ഞാൻ അങ്ങനെ പറയുവാണ്. 23 gram സോഡിയം നിങ്ങളുടെ കയ്യിലോട്ട് തരുമ്പോഴത്തേക്കിനും അതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. എത്ര സോഡിയം ആറ്റങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം? 6.022 ഇൻറ്റു 10⁻23 സോഡിയം ആറ്റങ്ങൾ. ഈ Na എന്ന് എഴുതിയിരിക്കുന്ന സോഡിയമായിട്ട് തെറ്റിദ്ധരിക്കല്. ഈ എഴുതിയിരിക്കുന്നത് എന്തുവാ? അവഗാഡ്രോ നമ്പറാണ്. അത് ഓർത്തോണം. ഇനിയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ പാർട്ട് വരുന്നത്. ഹൗ മെനി GAM വിൽ ബി ദെയർ ഇൻ 46 gram സോഡിയം? നിങ്ങൾക്ക് 23 ഗ്രാമിന് പകരം ഞാൻ നിങ്ങളുടെ കൈവശം 46 gram സോഡിയം തന്നെന്ന് വിചാരിക്കുക. ഇത് സോഡിയമാണ്. സോഡിയം എലമെൻറ്റിൻ്റെ സിമ്പിളാണ് എഴുതിയിരിക്കുന്നത്. സ്മോൾ ലെറ്റർ A ആണ് കേട്ടോ, മറ്റേത് ക്യാപിറ്റൽ A ആണ്. നിങ്ങളുടെ കയ്യിൽ 46 gram സോഡിയം തന്നു. അങ്ങനെയാണെങ്കിൽ എത്ര GAM ഉണ്ട്? നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? എത്ര GAM ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തുവാ, നമ്മളിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? രണ്ട് രീതി ചെയ്യാം. മനസ്സിലാക്കി ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ കാണാതെ പഠിച്ച് ചെയ്യാം. നമ്മൾ ചിന്തിച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മനസ്സിലാക്കി പഠിച്ചവരാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 1 GAM 23 gram ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സംഖ്യയുടെ പ്രത്യേകത എന്തുവാ? 23ൻ്റെ നേർ ഇരട്ടിയാണ് 46. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇവിടെ എത്ര GAM വരും? 2 GAM വരും. ഇതാണ് ശരിക്കും മനസ്സിലാക്കി ചെയ്യുന്ന മെത്തേഡ്. ഇവിടെ നമ്മൾ ഇക്വേഷൻ ഒന്നും ഉപയോഗിച്ചില്ല. ഇനി മനസ്സിലാക്കി പഠിക്കാൻ പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. എത്ര ഗ്രാം ആറ്റമിക് മാസ് ഉണ്ട് എന്നൊരു ചോദ്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ചോദ്യത്തിൻ്റെ അകത്ത് തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ്, ക്വസ്റ്റ്യൻ്റെ അകത്ത് എത്രയാണോ മാസ് തന്നിരിക്കുന്നത് അതിനെ ഗ്രാമിൽ എത്രയാണോ മാസ് തന്നിരിക്കുന്നത് അതിനെ ആ എലമെൻറ്റിൻ്റെ 1 GAM, ഇവിടെ ഒരു 1 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. വെറും GAM എഴുതുന്നതിന് പകരം 1 GAM കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രാം ആറ്റമിക് മാസ് ഉണ്ടെന്നുള്ളത് കിട്ടും. നമുക്ക് ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഗിവൺ മാസ് ഇൻ ഗ്രാം. സോഡിയത്തിനെ നമുക്ക് ചോദ്യത്തിൻ്റെ അകത്ത് എത്ര മാസ് തന്നിരിക്കുന്നത്, എത്ര ഗ്രാം തന്നിരിക്കുന്നത്? 46 gram. 46 gram ഡിവൈഡഡ് ബൈ എന്താണ്? 1 GAM ഓഫ് ദ എലമെൻറ്റ്. അതായത് സോഡിയത്തിൻ്റെ 1 GAM എത്രയാണെന്നുള്ളത് 23 gram. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 എന്നുള്ളത് കിട്ടും. അതായത് 2 GAM എന്നുള്ളതാണ് ആൻസർ. ചെയ്ത രീതി മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുവാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 2 GAM എന്നാണ് പറഞ്ഞത്, ശരിയല്ലേ? 2 GAM. 46 gram സോഡിയത്തിൻ്റെ അകത്ത് 2 GAM ഉണ്ട്. ചോദ്യം ഇതാണ്,
നിങ്ങൾ താഴോട്ടൊന്നും നോക്കാതെ ഇത് ആൻസർ ചെയ്യാൻ നോക്കണം. ഇതിൻ്റെ അകത്ത് എത്ര ആറ്റങ്ങളുണ്ട്, എത്ര സോഡിയം ആറ്റങ്ങളുണ്ട്, അതെങ്ങനെയാണ് ചിന്തിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, 1 GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് അവഗാഡ്രോ എണ്ണമാണ് അതിൻ്റെ അകത്തുള്ളത്. അത്ര ആറ്റങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 GAM എന്ന് പറഞ്ഞാലോ എളുപ്പമല്ലേ, നേരെ ഇരട്ടിയല്ലേ വരുന്നത്. അപ്പം 2 ഗുണം അവഗാഡ്രോ സംഖ്യ. അതായത് ഇവിടെ ആൻസർ എഴുതിയിരിക്കുന്നത് കണ്ടോ, 2 × 6.02 × 10⁻23 ആറ്റങ്ങളാണ് 2 GAMൽ അടങ്ങിയിരിക്കുന്നത്. ഈ 6.02 × 10⁻23 ആണ് എന്തെന്ന് എഴുതിയിരിക്കുന്നത്, ഞാൻ NA എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം വീഡിയോ പോസ് ചെയ്ത് ഹോംവർക്കായിട്ട് ചെയ്ത് അയച്ചു തരാമോ? ഞാനിപ്പോൾ തന്നെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കത് വീഡിയോ പോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ചോദ്യം ഇതാണ്, സോ ഹൗ മെനി GAM ഈസ് പ്രസൻറ്റ് ഇൻ 69 gram ഓഫ് സോഡിയം. നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? നമ്പർ ഓഫ് GAM ഈസ് ഈക്വൽ ടു, അതങ്ങനെ തന്നെ എടുത്തെഴുതണം പരീക്ഷയ്ക്കും കേട്ടോ. നമ്പർ ഓഫ് ഗ്രാം ആറ്റമിക് മാസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാംസ്. ഞാൻ അത്രയും നീട്ടി എഴുതുന്നില്ല, അത് നിങ്ങളിവിടെ ഇക്വേഷൻ നോക്കണം. ഡിവൈഡഡ് ബൈ 1 gram ആറ്റമിക് മാസ്. ഗിവൺ മാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ചോദ്യത്തിൽ അടങ്ങി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ മാസ് 69 gram ഡിവൈഡഡ് ബൈ, ഇനി എന്തുവാ? സോഡിയത്തിൻ്റെ 1 gram ആറ്റമിക് മാസ്. അത് നിങ്ങൾ കാണാതെ പഠിക്കുക. അത് എന്ത് തന്നെയാണ്? ആറ്റമിക് മാസ് തന്നെയാണ്. സോഡിയത്തിൻ്റെ ആറ്റമിക് മാസ് തന്നെയാണ്. എത്ര വരും? 23 gram. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും ആൻസർ? 3 GAM. ചോദ്യം ഇതല്ലായിരുന്നോ? എത്ര ഗ്രാം ആറ്റമിക് മാസ് എന്നായിരുന്നു? 3 GAM എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര ആറ്റങ്ങൾ കാണും? എത്ര കുഞ്ഞു സോഡിയം ആറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് കാണും? 1 GAMൻ്റെ അകത്ത് എത്രയാണ് ഉണ്ടായിരുന്നത്? അവഗാഡ്രോ എണ്ണ ആറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 GAMൻ്റെ അകത്ത് എത്ര വരും? 3 × അവഗാഡ്രോ സോഡിയം ആറ്റം. ഞാൻ കംപ്ലീറ്റ് എഴുതുന്നില്ല, സോഡിയം ആറ്റം. അപ്പോൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യനും കൂടി ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോകാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ സാമ്പിൾ. ശ്രദ്ധിച്ചേ, ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്പർ ഓഫ് ആറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. GAM അല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് കാണുന്നതിൻ്റെ ഇടയ്ക്ക് GAM കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി അവർ നമ്മോട് ചോദിച്ചിരിക്കുന്നത് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് അവഗാഡ്രോ കണക്കിൽ എത്ര അവഗാഡ്രോ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, 42 gram നൈട്രജൻ്റെ അകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? ഈസി ആയിട്ട് ചിന്തിച്ചാൽ മതി, ഒത്തിരി കയറി അങ്ങ് ചിന്തിക്കേണ്ട. 80 gram ഓക്സിജൻ്റെ അകത്തും എത്ര ആറ്റങ്ങളുണ്ട്? അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്തറിവോ ഉണ്ടായിരിക്കേണ്ടത്? നൈട്രജൻ്റെ മാസ് 14 gram ആണെന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16 gram ആണെന്നുള്ളൊരു ആശയം മനസ്സിലുണ്ടായിരിക്കണം. ഈ 2 ആശയത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 14 gram ആണ് നൈട്രജൻ്റെ മാസ്, ഓക്സിജൻ 16 gram ആണ്. ഇതെന്തുവാ? 1 GAM ആണ്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 1 GAM ഓഫ് നൈട്രജൻ. ഇനി ഓക്സിജൻ 16 gram എന്ന് വെച്ചാൽ 1 GAM ഓഫ് ഓക്സിജൻ എന്ന് നമ്മൾ പറയണം. നമുക്ക് 14 gram ആണോ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? അല്ല, 42 gram ആണ്. അങ്ങനെയാണെങ്കിൽ 42 ഗ്രാമിൻ്റെ അകത്ത് എത്ര GAM വരുമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നേരെ എണ്ണം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. 42 ഗ്രാമിൻ്റെ അകത്ത് എത്ര GAM ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനെന്നാ മാർഗം? ഗിവൺ മാസ്, ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാസ്. നമ്മുടെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് 1 GAM. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. എത്ര GAM ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്നാ വരുമായിരുന്നു? മാസ് ഓഫ് 1 gram ആറ്റമിക് മാസ്, 1 GAM എത്ര വരുമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. ഗിവൺ മാസ് എത്രയാണ്? നൈട്രജൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നൈട്രജൻ ഗിവൺ മാസ് 42 gram ആണ്. അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നൈട്രജൻ്റെ 1 GAMൻ്റെ വാല്യൂ എത്രയായിരുന്നു? 14 gram കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അതായത് 3 GAM എന്നാണ് ആൻസർ കിട്ടുന്നത്. കിട്ടിയോ? തീർന്നോ? ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, അവിടെ കൊണ്ട് നിർത്തരുത്. അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്, പലർക്കും അബദ്ധം പറ്റുന്നത്. നമ്മൾ ഇവിടെ എന്ത് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ? 3 GAM ആണെന്ന് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ.
അതായത് 14 ഗ്രാമാണ് ഒരു GAM എന്നറിയാവുന്നത് കൊണ്ട് 42 ഗ്രാമിനകത്ത് 3 GAM ഉണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ചുരുക്കം പറഞ്ഞാൽ അത്രേ കണ്ടുപിടിച്ചുള്ളൂ. നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ്. എത്ര കുഞ്ഞ് നൈട്രജൻ ആറ്റങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ എന്നിനെ സോഡിയം എന്ന് പറഞ്ഞോ എന്നൊരു ചിന്ത എനിക്ക് വരുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുക, സോഡിയം അല്ല നൈട്രജൻ, കേട്ടോ, നൈട്രജൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇതിൽ നിന്ന് എണ്ണം കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? അവിടെ നിങ്ങളുടെ ലോജിക്ക്, കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. 1 GAM സോഡിയത്തിൻ്റെ അകത്ത് എത്ര ആറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്? അവഗാഡ്രോ ആറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 3 GAM ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര ആറ്റങ്ങൾ കാണും? 3 ഇൻറ്റു അവഗാഡ്രോ എണ്ണം. 3 ഇൻറ്റു അവഗാഡ്രോ എണ്ണം. ഇതാണ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓക്സിജൻ്റെ കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാം. ഓക്സിജൻ 80 ഗ്രാമാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ആദ്യമേ ക്രമമായിട്ട് എടുത്തെഴുതണം. ഓക്സിജൻ്റെ 1 GAM, ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16 ഗ്രാം ആണെന്ന് നമുക്കറിയാം. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? 1 GAM എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? അവഗാഡ്രോ ആറ്റങ്ങളുണ്ട്. നമുക്ക് ഓക്സിജനെ കുറിച്ച് അറിയാവുന്നത് ഫുള്ള് നമ്മളങ്ങ് എഴുതി വെച്ചു. ഇനി ചോദ്യം എന്തുവാണ്? 80 ഗ്രാം ഓക്സിജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 80 ഗ്രാം ഓക്സിജനിൽ എത്ര GAM ഉൾക്കൊള്ളുന്നു? 16 ഗ്രാമാണ് ഒരു GAM നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 80 ഗ്രാമിൽ എത്ര GAM ഉൾക്കൊള്ളുന്നു എന്ന് പറയാൻ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? നമ്മുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഞാൻ സ്റ്റെപ്പ് ഡയറക്റ്റ് എഴുതുവാണ്. 80 ഗ്രാം ഡിവൈഡഡ് ബൈ എത്ര എഴുതണം? 16 ഗ്രാം. അപ്പോൾ എത്ര GAM എന്നുള്ളത് കിട്ടും നമുക്ക്? 5 GAM എന്നുള്ളത് കിട്ടും. അതായത് 80 ഗ്രാമിനകത്ത് 5 ഗ്രാം ആറ്റമിക് മാസ് ഉൾക്കൊള്ളുന്നുണ്ട്. 1 ഗ്രാം ആറ്റമിക് മാസ് 16 ഗ്രാമാണ്. ചോദ്യം എന്തുവാ? ഈ 80 ഗ്രാമിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്നും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നോക്കി, 1 ഗ്രാം ആറ്റമിക് മാസിനകത്ത് അവഗാഡ്രോ എണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് ചോദ്യത്തിനകത്ത് എത്രയാ? 5 ഗ്രാം ആറ്റമിക് മാസ്. അതുകൊണ്ട് 5 ഗ്രാം ആറ്റമിക് മാസിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഇൻറ്റു അവഗാഡ്രോ ഓക്സിജൻ ആറ്റം. അതാണ് അവിടെ വരുന്ന ആൻസർ. ഓക്കെ, ഫാസ്റ്റായിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കയറുവാണ്. 1 മോൾ ആറ്റം. ഇതൊരു പുതിയ ടോപ്പിക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ആറ്റത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്യൂളിനെയോ നമ്മൾ അവഗാഡ്രോ എണ്ണം എടുത്തു എന്ന് വിചാരിക്കുക. 6.022 ഇൻറ്റു 10⁻23 എണ്ണം എടുത്തു എന്ന് വിചാരിക്കുക. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ 6.023 ആയിരിക്കും കേട്ടോ. അത് കാര്യമാക്കണ്ട. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് 6.022 ആണ്. ആ വാല്യൂ വെച്ച് മുന്നോട്ട് പോകാം. ഈ ഒരു 1 മോൾ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് എഴുതി കാണിച്ചു തരാം. ഇവിടെ നോക്കിയോ, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് എല്ലാം ഞാൻ ഒന്ന് സീക്വൻസ് ആയിട്ട് എഴുതുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. ശ്രദ്ധിച്ചു നോക്കണം. കാർബണിൻ്റെ മാസ് നമ്മൾ ആദ്യം എന്തെഴുതി? 12 ഗ്രാം എന്നുള്ളത് എഴുതി. ഇതിനെ നമ്മൾ അതിനുശേഷം വന്നൊരു ടോപ്പിക്കിൽ എന്ത് പുതിയ പേര് വിളിച്ചു? 1 ഗ്രാം ആറ്റമിക് മാസ് എന്ന് വിളിച്ചു. ശരിയല്ലേ? അതിനുശേഷം നമ്മൾ പറഞ്ഞു, ഈ 1 ഗ്രാം ആറ്റമിക് മാസിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? കാർബൺ ആറ്റങ്ങളുണ്ട്. 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങളുണ്ട് എന്നും പറഞ്ഞു. ശരിയല്ലേ? അതായത് ഈ പഠിച്ചത് എല്ലാം ഒരു സീക്വൻസ് ആയിട്ട് ഓർത്തിരിക്കണം. കാർബണിൻ്റെ ആറ്റമിക് മാസ് 12 ഗ്രാം എന്ന് പറയുമ്പോൾ അത് അവഗാഡ്രോ എണ്ണം കാർബൺ ആറ്റത്തിൻ്റെ മാസാണെന്നും അതിനുശേഷം അതിനെ നമ്മളൊരു പുതിയ പേരിൽ വിളിച്ചു, 1 ഗ്രാം ആറ്റമിക് മാസ്. കാർബണെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇത്ര എണ്ണം എടുത്തു വെച്ചാൽ, ഇത്രയും എണ്ണം കാർബൺ ആറ്റങ്ങൾ ഇത്ര എണ്ണം എടുത്തു വെച്ചാൽ അത് നൽകുന്ന മാസാണ് 12 ഗ്രാം എന്നും ആ ഒരു മാസിനെ നമ്മൾ 1 ഗ്രാം ആറ്റമിക് മാസ് എന്ന് വിളിക്കുമെന്നും നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ പുതിയൊരു നെയിമിങ്ങും കൂടെ പഠിക്കുവാണ്. ഇത്രയും കാർബൺ ആറ്റത്തിനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അതിനെ വിളിക്കാൻ പോകുന്ന മറ്റൊരു പേര് ഇതാണ്, 1 മോൾ കാർബൺ ആറ്റം. 1 മോൾ കാർബൺ ആറ്റം. അപ്പം നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. നിങ്ങൾക്ക് ഒത്തിരി ഓർത്തിരിക്കാൻ മാത്രം പുതിയ എന്തെങ്കിലും ആശയങ്ങളോ തിയറികളോ ഇവിടെ പറഞ്ഞോ? ഇല്ല. എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? കാർബൺ എന്ന് പറയുന്നൊരു ആറ്റം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിന് മാസ് 12 ഗ്രാം ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ 12 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങൾ എടുത്തു വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാസാണ് എത്ര? ഈ 12 ഗ്രാം. ഇനി
അതിനുശേഷം വന്ന ടോപ്പിക്ക് നമ്മൾ എന്ത് പഠിച്ചു? ഈ 12 ഗ്രാം കാർബണിനെ നമ്മൾ, അല്ലെങ്കിൽ ഈ അവഗാഡ്രോ എണ്ണം കാർബൺ ആറ്റങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതിനെ നമ്മൾ പുതിയൊരു പേര് വിളിച്ചു, എന്ത്? 1 ഗ്രാം ആറ്റമിക് മാസ്. അതായത് കാർബൺ 12 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ആറ്റമിക് മാസ് ആണ്. അല്ലെങ്കിൽ കാർബൺ നിങ്ങൾ അവഗാഡ്രോ എണ്ണം എടുത്തു വെച്ചാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? 1 ഗ്രാം ആറ്റമിക് മാസ്. അതിൻ്റെ മാസ് 12 ഗ്രാം ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുന്നതേ ഉള്ളൂ. കുറച്ച് പേര് ഇങ്ങനെ കുറേ പേരുകൾ കേട്ട് കഴിയുമ്പോൾ ഈ ചാപ്റ്റർ ഇട്ടിട്ട് പോകും. ശരിക്കും ആ കുറച്ച് ഇക്വേഷൻസ് ഉള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കുക, മാസ് നമ്പർ ഓർത്തിരിക്കുക, ഇക്വേഷൻസ് ഡിനോമിനേറ്ററിൽ എന്താണ്, ന്യൂമറേറ്ററിൽ എന്താണ്, ഇതൊക്കെ ഓർത്തിരുന്നാൽ ഈ ടോപ്പിക്കിൽ നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാം. ഈസി ആണെന്ന് തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിനോട് പറയുക, അപ്പം തന്നെ അത് ഈസി ആയിട്ട് മാറും. ഇനി ഇപ്പോൾ പഠിക്കുന്ന ടോപ്പിക് അനുസരിച്ച് ഈ വാല്യൂസിനെ ഇനി എന്ത് പേരാണ് വിളിക്കാൻ പോകുന്നത്? 1 മോൾ കാർബൺ ആറ്റം. അതായത് ഇനി റിവേഴ്സ് ഓർഡറിൽ ഞാൻ പറയാം. ഇതേ കാര്യം തന്നെ റിവേഴ്സ് ഓർഡറിൽ. ഞാൻ നിങ്ങളോട് വെറുതെ ക്ലാസ്സിൽ ഒരു ദിവസം വന്നപ്പോൾ എന്ത് പറഞ്ഞു? 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞു. 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? 1 മോൾ കാർബൺ ആറ്റം എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചിന്ത കയറി വരണം? അതിൻ്റെ അകത്ത് 6.022 ഇൻറ്റു 10⁻²⁵ കാർബൺ ആറ്റം ഉൾക്കൊള്ളുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മീനിങ്. 1 മോൾ കാർബൺ ആറ്റം എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റം ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ മാസ് 12 ഗ്രാം ആയിട്ട് വരും. അതിനെ നമുക്ക്, ആ മാസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? 1 ഗ്രാം ആറ്റമിക് മാസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരുടെ ഡീറ്റെയിൽസ് ആണ്? കാർബണിൻ്റെ ആറ്റമിക് മാസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കാർബണിൻ്റെ ആറ്റമിക് മാസ് 12 ഗ്രാം ആണ്. അതിനെ നമ്മൾ 1 ഗ്രാം ആറ്റമിക് മാസ് എന്ന് വിളിക്കുന്നു. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 ഇൻറ്റു 10⁻23 എണ്ണമാണ്. ആ എണ്ണത്തിന്, അത്രയും എണ്ണം കാർബൺ ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? 1 മോൾ കാർബൺ ആറ്റം. ഇനി ഇതേ കാര്യം ഓക്സിജൻ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതൊരു റെപ്പറ്റീഷൻ, ബോറിംഗ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 1-2 എണ്ണം കേട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് എന്താണെന്നുള്ളൊരു ആശയം മനസ്സിലാകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഓക്സിജനെ കുറിച്ച് ഞാനൊരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങളോട് ഓക്സിജനെ കുറിച്ച് പറഞ്ഞു. 1 മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പഴയ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചത്? 16 ഗ്രാം ആണെന്നാണ് പഠിച്ചത്. ഇതിനെയാണ് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത്? 1 ഗ്രാം ആറ്റമിക് മാസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റങ്ങൾ. അതായത് ഇങ്ങനെ ഒരു ഓക്സിജൻ ആറ്റം, രണ്ടാമത്തെ ഓക്സിജൻ ആറ്റം, മൂന്നാമത്തെ, 4, 5, 6, 7 ഇങ്ങനെ എടുത്ത് 6.022 ഇൻറ്റു 10⁻23 എണ്ണവും കൂടെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാസാണ് എത്ര? 16 ഗ്രാം. അപ്പം ക്ലാസ്സിൽ വന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് ഓക്സിജനെ കുറിച്ച് എഴുതിയല്ലോ, ശരിയല്ലേ? ഓക്സിജൻ 16 ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനെയാണ് നമ്മൾ 1 ഗ്രാം ആറ്റമിക് മാസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം, ഇത്രയും ഓക്സിജൻ ആറ്റങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത് നിങ്ങൾ എഴുതി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന പുതിയ ടോപ്പിക്കിൽ എന്താ പറയുന്നത്? ഇത്രയും ഓക്സിജൻ ആറ്റങ്ങൾ എടുത്തു വെച്ചാൽ, അല്ലെങ്കിൽ ഓക്സിജൻ ആറ്റങ്ങൾ 16 ഗ്രാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് പുതിയതായിട്ട് എന്ത് പേര് വിളിക്കാം? 1 മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറയണം. ഓക്സിജൻ ആറ്റം എന്ന് പറയണം. ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ വരാൻ പോകുന്ന ബുദ്ധിമുട്ട് ഇതാണ്. ഈ 1 മോൾ ഓക്സിജൻ ആറ്റം തന്നെ എടുത്തിടണം. 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞ് നിർത്തരുത്. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് 1 മോൾ ഓക്സിജൻ മോളിക്യൂളാണ്. ഒത്തിരി ചിന്തിച്ച് പോകണ്ട, ഇപ്പോൾ ഇത് മാത്രം പഠിക്കുക. ഓക്സിജൻ 16 ഗ്രാം എടുത്തു, അതിനെ നമ്മൾ 1 GAM എന്ന് വിളിച്ചു. അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നത്. അതിനെ നമ്മൾ പുതിയതായിട്ട് വിളിച്ച പേരാണ് എന്ത്? 1 മോൾ ഓക്സിജൻ ആറ്റം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പുറകോട്ട് പോയി നോക്കിയാലോ. ഇതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഏരിയ. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആണെന്ന് നോക്കിയേ. ഇവിടെ ഹൈഡ്രജൻ്റെ എക്സാമ്പിളാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1 ആണ് വരുന്നത് കേട്ടോ, 1 ഗ്രാം. ഹൈഡ്രജൻ്റെ മാസ് 1 ഗ്രാം വരിക എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് 1 GAM ആണ്. അതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട് നോക്കി. നമ്മൾ നേരത്തെ ലൈൻ ഇട്ട് പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഓക്സിജൻ്റെ മാസ് ഇത്ര, അതിൻ്റെ GAM ഇത്ര, അതിൻ്റെ എണ്ണം ഇത്ര. അതിനെ നമ്മൾ പുതുതായിട്ട് വിളിക്കുന്ന പേരാണ് 1 മോൾ ഓക്സിജൻ ആറ്റം. നോക്കിയേ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഹൈഡ്രജൻ്റെ മാസ് 1 ഗ്രാം ആണ്. അതിനെ നമുക്ക് 1 GAM ഓഫ് ഹൈഡ്രജൻ എന്ന് വിളിക്കാം. അതിൻ്റെ അകത്തുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 6.022 10⁻23 എണ്ണമാണ്. ഈ എണ്ണത്തിനെ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഇനി പുതുതായിട്ട് വിളിക്കാൻ പോകുന്ന പേരാണ് ദിസ് ഈസ് നോൺ ആസ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം.
ഇത് കാർബൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിവിടെ നൈട്രജൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി, നൈട്രജൻ്റെ മാസ് 14 ഗ്രാമാണ്. അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? 1 GAM നൈട്രജൻ എന്ന് വിളിക്കാം. അതിനകത്ത് എത്ര നൈട്രജൻ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്? 6.022 × 10⁻23 നൈട്രജൻ ആറ്റങ്ങൾ അടങ്ങുമ്പോഴാണ് നമുക്ക് ഈ 14 ഗ്രാം ലഭിക്കുന്നത്. ഇനി അതിനെ നിങ്ങൾ പുതിയതായിട്ട് വിളിക്കാൻ പോകുന്ന പേരാണ് എന്ത്? 1 mole നൈട്രജൻ ആറ്റം. Therefore we can say that 1 mole of atom means 6.022 × 10⁻23 ആറ്റം. ഏത് എലമെൻറ്റിൻ്റെ കേസ് എടുത്താലും നിങ്ങൾ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ്റം എത്ര എണ്ണം ഉണ്ട്? 6.022 × 10⁻23 ആറ്റങ്ങളാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. ഇത്രയും പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ആറ്റങ്ങളുടെ ഹെഡിങ്ങുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ശരിയല്ലേ? ഗ്രാം ആറ്റമിക് മാസ്, ഇവിടെ നോക്കി, ഗ്രാം ആറ്റമിക് മാസും പഠിച്ചു, 1 മോൾ ആറ്റം എന്നുള്ളതും പഠിച്ചു. ഇനി ഈ ആറ്റം മാറിയിട്ട് ഇച്ചിരി കൂടെ ഹയർ ഗ്രേഡിലേക്ക്, മോളിക്യൂളിലേക്ക് പോവുകയാണ്. അതാണ് അടുത്ത ഹെഡിങ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് മോളിക്കുലാർ മാസ് ആൻഡ് ഗ്രാം മോളിക്കുലാർ മാസ്. നമ്മൾ ഗ്രാം ആറ്റമിക് മാസ് പഠിച്ചു, GAM എന്ന് പറയുന്ന പോലെ. ഇനി എന്തായിരിക്കും? GMM, ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ്, GMM. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹെഡിങ് നോക്കിയാലോ. അടുത്ത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് മോളിക്കുലാർ മാസ് ആൻഡ് ഗ്രാം മോളിക്കുലാർ മാസ്. അതിൻ്റെ ഒന്നാമത്തെ സെൻറ്റൻസ് വായിച്ചു നോക്കിയേ. ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ആസ് മോളിക്യൂൾസ്. എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, എലമെൻറ്റ്സ് ഓരോ ആറ്റങ്ങളും ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അതാത് ഡിഫറെൻ്റ് ആറ്റങ്ങൾ. കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് കൂടി ചേർന്നുണ്ടാകുന്നതാണ്. ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കൂടി ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് എങ്ങനെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്? മോളിക്യൂൾസ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കിയേ. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്തുവാ ശരിക്കും? ഓരോ റെക്റ്റാങ്കുലർ കോളത്തിലും ഓരോ എലിമെൻറ്റിൻ്റെയും ഓരോ ആറ്റങ്ങളും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഹൈഡ്രജൻ്റെ ഒരു ആറ്റം, ഇത് ഹീലിയത്തിൻ്റെ ഒരു ആറ്റം, ഇത് ലിഥിയത്തിൻ്റെ ഒരു ആറ്റം. അങ്ങനെ ഓരോ എലമെൻറ്റ്സിൻ്റെയും ഒരു ആറ്റം വീതമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെയല്ല. പ്രകൃതിയിൽ ഈ ആറ്റങ്ങൾ പലരുമായിട്ട് കമ്പൈൻ ചെയ്ത അവസ്ഥയിൽ, ഒന്നെങ്കിൽ അവരുമായിട്ട് തന്നെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റ് ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു മോളിക്കുലാർ സ്റ്റേറ്റിലാണ് ഈ എലമെൻറ്റ്സ് നമ്മൾ പ്രകൃതിയിൽ കാണുന്നത്. അതാണ് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട് എക്സിസ്റ്റ് ആസ് മോളിക്യൂൾസ്. ഇവിടെ ചോദ്യമാണ്, കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബൈ ഫൈൻഡിങ് ഔട്ട് ദ കെമിക്കൽ ഫോർമുല. കെമിക്കൽ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് മോളിക്കുലാർ മാസ്, നമ്മൾ മോളിക്കുലാർ മാസ് ആണ് കാണേണ്ടത്. ആറ്റമിക് മാസ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ ആറ്റമിക് മാസ് 1, ഓക്സിജൻ്റേത് 16, നൈട്രജൻ്റേത് 14. നോക്കി, ഇതിൽ ചിലതൊക്കെ എലമെൻറ്റ്സ് ആയിട്ടാണ്, എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ. ഇനി കെമിക്കൽ ഫോർമുല, ഹൈഡ്രജൻ മോളിക്യൂളിലെ കെമിക്കൽ ഫോർമുല H2 എന്നാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? H എന്നാണ്. പക്ഷെ ബേസിക്കലി നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക്, ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? H2 എന്നാണ് എഴുതുന്നത്. ഓക്സിജൻ എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു ഓക്സിജൻ ആറ്റത്തിനെ അല്ല വെറുതെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ മോളിക്യൂളിനെയാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ്റെ ഒരാറ്റത്തിനെ അല്ല സാധാരണഗതിയിൽ നമ്മൾ പരിഗണിക്കുന്നത്, പകരം നൈട്രജൻ്റെ മോളിക്യൂളിനെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എക്സാമ്പിൾ എഴുതിയപ്പോൾ ഇതിങ്ങനെ ഒരു സീക്വൻസിൽ H2, O2, N2 എന്ന് വന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കല്ലേ എല്ലാ മോളിക്യൂളും ഇങ്ങനെയാണ്, രണ്ടെണ്ണം കൂടി ചേർന്നാണ് എല്ലാ മോളിക്യൂളും ഉണ്ടാകുന്നതെന്ന് വിചാരിക്കരുത്. അല്ലാത്ത കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഹൈഡ്രജൻ്റെ കേസിൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല, ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമുല H2 എന്നുള്ളതാണ്. അതിന് മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾക്കറിയാം, ഈ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഓക്സിജൻ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നൈട്രജനും 2 ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ നൈട്രജൻ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു മോളിക്യൂളിൻ്റെ മാസ്, ഒരു ആറ്റത്തിൻ്റെ മാസ് 1 ഗ്രാം ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഇല്ലേ? അതുകൊണ്ട് എങ്ങനെ എഴുതാം? ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസ് 2 ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് 1 + 1 = 2 എന്ന് ആൻസർ കിട്ടും. ആൻസർ കിട്ടിയ രീതി മനസ്സിലായോ? ഈസി അല്ലേ? കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവിടെ ആവശ്യമുണ്ടോ? ഓക്സിജൻ്റെ മാസ് എത്ര വരും? ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസാണ് ചോദിക്കുന്നത്, ശ്രദ്ധിച്ച്. ഓക്സിജൻ മോളിക്യൂൾ ഫോർമുല O2. O2ൻ്റെ മാസ് എത്ര വരും? ഇതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? 2 ആറ്റങ്ങൾ കൂടി ചേർന്നാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ഗ്രാം, മറ്റേതും 16, അല്ലെങ്കിൽ 16. അപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ് എത്ര വരും?
32 എന്ന് എഴുതാം. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ്, നേരത്തെ ആറ്റത്തിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസിനെ നമുക്ക് 32 എന്ന് എഴുതാം, 32U എന്ന് എഴുതാം, 32G എന്ന് എഴുതാം. എന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത്രയൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ കാണത്തില്ലായിരിക്കും, എങ്കിലൊന്ന് മനസ്സിലാക്കിപ്പോക്കെ. ഇത് റിലേറ്റീവ് മാസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 32U എന്ന് പറഞ്ഞാൽ എന്തുവാ? കാണാൻ മേലാത്ത ഒരൊറ്റ ഓക്സിജൻ മോളിക്യൂൾ, അതായത് രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ഒരൊറ്റ മോളിക്യൂളായിട്ടിരിക്കുന്ന ഒറ്റ മോളിക്യൂളിൻ്റെ മാസാണ് എന്ത്? 32U. അതിനാണെങ്കിൽ 32G എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് എന്തായിരിക്കും? 32 ഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത്രേ ഉള്ളൂ. ഒരു ഓക്സിജൻ മോളിക്യൂൾ എടുത്തു, വേറൊരു ഓക്സിജൻ മോളിക്യൂൾ എടുത്തു, വേറൊരു ഓക്സിജൻ മോളിക്യൂൾ എടുത്തു, ഇങ്ങനെ എടുത്ത് എപ്പോഴാണോ നിങ്ങൾ 6.022 × 10⁻23 ഓക്സിജൻ മോളിക്യൂൾ എടുക്കുന്നത്, അത്രയും ഓക്സിജൻ മോളിക്യൂളിനെ ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാസാണ് എത്ര? 32 ഗ്രാം. അതായത് എക്സാക്ട്ലി ആറ്റത്തിൻ്റെ കേസിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ മോളിക്യൂളിൻ്റെ കേസിലും ആപ്ലിക്കബിൾ ആണ് എന്ന് മാത്രം ഓർത്തിരിക്കുക. ഇപ്പോൾ ഓക്സിജൻ്റെ ആൻസർ എഴുതി പിടി കിട്ടിയല്ലോ. ഇവിടെ ഹൈഡ്രജൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ പറയണോ? ഹൈഡ്രജൻ്റെ മാസ് നമ്മൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള മാസാണ്. 2U എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസും, 2G എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾ നിങ്ങൾ ഒരെണ്ണം എടുത്തു, രണ്ടെണ്ണം എടുത്തു, മൂന്നെണ്ണം എടുത്തു, 2 തന്നെ വരും, നാലാമത്തെ ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്തു, അഞ്ചാമത്തെ ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്തു, ഇങ്ങനെ എടുത്ത് ഇവിടെ എഴുതിയത് മാറിപ്പോയി, ക്ഷമിക്കണം. ഇവിടെ ഹൈഡ്രജൻ 2, ഇവിടെയും ഹൈഡ്രജൻ 2 എന്ന് തന്നെയാണെങ്കിലും കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു ഹൈഡ്രജൻ എടുത്തു, വീണ്ടും ഒരു ഹൈഡ്രജൻ എടുത്തു, വീണ്ടും ഒരു ഹൈഡ്രജൻ എടുത്തു, ഇങ്ങനെ ഓരോ ഹൈഡ്രജൻ മോളിക്യൂളിനെ എടുത്തെടുത്ത് എപ്പോഴാണോ നിങ്ങൾ 6.022 × 10⁻23 എണ്ണം ഹൈഡ്രജൻ മോളിക്യൂളിനെ എടുക്കുന്നത്, അത്ര എണ്ണത്തിനെ എടുത്തു വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാസാണ് എത്ര? 2 ഗ്രാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാട്ടറിൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം. അപ്പോൾ അതിൻ്റെ മാസ് 1 + 1. മനസ്സിലായോ? ഹൈഡ്രജൻ്റെ ഒരാറ്റത്തിൻ്റെ മാസാണ് 1. വീണ്ടും ഒരാറ്റം കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ മാസാണ് 1 പ്ലസ്. ഇനി ഏതാറ്റമാണല്ലോ? ഓക്സിജൻ്റെ ആറ്റമാണുള്ളത്, അതുകൊണ്ട് 16. Therefore total value is equal to 18. അമോണിയയുടെ മാസ് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? അതായത് ഇന്നത്തെ ആദ്യത്തെ ഹോംവർക്കായിട്ട് തരുവാണ് അമോണിയയുടെ മാസ്. അമോണിയയുടെ മാസ് നിങ്ങൾ കണ്ടുപിടിച്ച് ഹോംവർക്കായിട്ട് ചെയ്ത് എഴുതി സബ്മിറ്റ് ചെയ്യണം. ഇനി കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കി, നിങ്ങൾക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം തന്നിട്ടുണ്ട്. കാർബണിൻ്റെ മാസ് 12 തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ്റെ മാസ് 1, ഓക്സിജൻ്റെ മാസ് 16, സൾഫറിൻ്റെ മാസ് 32. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? കാർബൺ 6 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ 12 എണ്ണം ഉണ്ട്, ഓക്സിജൻ 6 എണ്ണം ഉണ്ട്. ഇവിടെ നോക്കിയേ, കാർബൺ 6 എണ്ണമല്ലേ, ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 12. അങ്ങനെ 6 എണ്ണം വരുമ്പോഴോ 6 × 12. ഇതാണ് കാർബണിൻ്റെ ടോട്ടൽ മാസ്. പ്ലസ് നോക്കി, ഹൈഡ്രജൻ്റെ ഒരാറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 1 ആണ്. അങ്ങനത്തെ എത്ര പേരുണ്ട് ഇവിടെ? 12 പേര്. അതുകൊണ്ട് 12 × 1 പ്ലസ്. ഇനി ഓക്സിജൻ അല്ലേ ഇനിയുള്ളത്? എത്ര പേരാണ് ഉള്ളത്? 6 പേരുണ്ട്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 16. അങ്ങനത്തെ എത്ര പേരാണ്? 6 പേര്. അതുകൊണ്ട് 6 × 16. ചെയ്യുന്ന രീതി മനസ്സിലായോ? ഇത് വർക്കൗട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, ഇതും മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ആഡ് ചെയ്യുക. നേരെ കയറി 12 + 12 ചെയ്യരുത് ഒരു കാരണവശാലും. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആൻസറിനെ ആഡ് ചെയ്യുക. അപ്പം ഈ ഒരു പ്രോബ്ലം കൂടെ ഹോംവർക്കായിട്ട് തരുവാണ്. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്, അത് ഞാൻ ചെയ്ത് കാണിക്കാം. ശ്രദ്ധിച്ചു. സൾഫ്യൂരിക് ആസിഡ് നോക്കും. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല H2SO4 എന്നുള്ളതാണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അതുകൊണ്ട് 2. ഒരെണ്ണത്തിൻ്റെത് 1 ആണ്, 2 ഹൈഡ്രജൻ ആറ്റം ഉള്ളതുകൊണ്ട് 2 പ്ലസ്. സൾഫറിൻ്റെ മാസ് എത്രയാണ്? 32 പ്ലസ്. ഓക്സിജൻ്റെ മാസ് എത്രയാണ്? ഒരെണ്ണം 16. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4. അപ്പം 4 × 16 = എങ്ങനെ വരും? 2 + 32 + 16 × 4 വരുന്നത് 64 വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 98 എന്ന് കിട്ടും. ഇതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാസ്. ഈ മാസം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യത്യാസം ഓർക്കുന്നുണ്ടോ?
98U എന്ന് പറയാം, 98G എന്ന് പറയാം. 98U ഒരൊറ്റ സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂളിൻ്റെ മാസ്. ഇപ്പം 98G എന്നാണ് ഞാൻ എഴുതുന്നെങ്കിലോ സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ എത്ര എണ്ണം എടുക്കണം? അവഗാഡ്രോ എണ്ണം എടുക്കുമ്പോൾ കിട്ടുന്ന മാസാണ് 98G എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് ഒരു 2 ഹോംവർക്ക് കൂടെ തരാം, ശ്രദ്ധിക്കുക. നമ്മളിന്ന് പഠിച്ച ഏതൊക്കെ ടോപ്പിക്കായിരുന്നു? ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്തു. അതിനുശേഷം അവഗാഡ്രോയുടെ സിമ്പിൾ പഠിച്ചു. അതിനുശേഷം എന്നാ പഠിച്ചു? ഗ്രാം ആറ്റമിക് മാസ് എന്താണെന്നുള്ളത് പഠിച്ചു. മാസിനോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം അതിനെ നമ്മൾ 1 മോൾ ഓഫ് പർട്ടിക്കുലർ ആറ്റം എന്ന് പറഞ്ഞു. ഒരു ആറ്റത്തിൻ്റെ ഇത്ര മോൾ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എന്ത് പഠിച്ചത്? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന രീതി പഠിച്ചു, മോളിക്കുലാർ മാസ്. അതിനുശേഷം ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഹോംവർക്ക് തരുവാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തെഴുതണം, എന്നിട്ട് അതിൻ്റെ ആൻസറും കൂടെ കൂട്ടി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് ചെയ്യാനുള്ള ഹോംവർക്ക്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ NH3 ആൻഡ് ഗ്ലൂക്കോസ് C6H12O6. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. ആൻഡ് നമ്പർ ഓഫ് ഗ്രാം ആറ്റമിക് മാസ്, എത്ര ഗ്രാം ആറ്റമിക് മാസ് ഉണ്ട് എന്നുള്ളത്. ഇനി എൻ്റെ ചോദ്യം എന്താ? 106.5 ഗ്രാം ക്ലോറിൻ, 106.5 ഗ്രാം ക്ലോറിനിൽ എത്ര ആറ്റങ്ങളുണ്ടെന്നും എത്ര ഗ്രാം ആറ്റമിക് മാസ് ഉണ്ടെന്നും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 35 ഗ്രാം നൈട്രജൻ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എങ്കിലും സാരമില്ല, നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോവുക. 35 ഗ്രാം നൈട്രജനിൽ എത്ര ആറ്റങ്ങളും എത്ര ഗ്രാം ആറ്റമിക് മാസുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.